ഹേ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൈക്കോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്യാം എന്നാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 10 സയൻസ് ബേസ്ഡ് ടിപ്സ് ആണ്. ആൻഡ് ഐ പ്രോമിസ് ഈ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് തന്നെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ആദ്യത്തെ കാര്യത്തിലേക്ക് പോവാം. സ്വന്തം അപ്പിയറൻസിനും ബോഡി ലാംഗ്വേജിനും പല ആളുകളും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. ലുക്കിലൊന്നും വലിയ കാര്യമല്ലടാ എന്നാവും അവരുടെ ഒരു പ്രിൻസിപ്പിൾ. പക്ഷേ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം എങ്ങനെ ഫീൽ ചെയ്യുന്നു ആൻഡ് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന്. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഒരു ഗുഡ് പോസ്ചറൊക്കെ ഉണ്ടെങ്കിൽ ദെൻ നിങ്ങളുടെ ബ്രെയിന് ആ സിഗ്നൽസുമായിട്ട് അലൈൻ ചെയ്യും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലുക്കിംഗ് ഗുഡ്, ഇറ്റ്സ് അബൌട്ട് ഫീലിംഗ് ഗുഡ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ മറ്റുള്ളവരും ആ ഒരു എനർജിയോടെ റെസ്പോണ്ട് ചെയ്യും. സോ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് സ്വയം പ്രസൻറ്റ് ചെയ്യുക. ഷോൾഡേഴ്സ് ബാക്ക്, ഹെഡ് അപ്പ്. യു വിൽ ഇൻസ്റ്റൻ്റ്ലി ഫീൽ മോർ പവർഫുൾ ആൻഡ് അത് നിങ്ങൾ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്നതിലും കാണാൻ പറ്റും. പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവർ നമ്മൾ പറയുന്നത് കേൾക്കണം. ആക്റ്റീവ് ലിസണിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണത്. മറ്റേ ആൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം തനിക്ക് പറയാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വിട്ടിട്ട് പകരം മറ്റേ ആൾ പറയുന്നത് നിങ്ങൾ ശരിക്കും കേൾക്കുക. അതാണ് ആക്റ്റീവ് ലിസണിങ്. എന്നിട്ട് അവർ പറയുന്ന ചില വേർഡ്സ് ഒക്കെ തിരിച്ച് അവരോട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് അവരെ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും ആൻഡ് അതോടൊപ്പം നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ആൻഡ് അതേപോലെ അവരോട് നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ എത്രത്തോളം ജെന്യുവൻ ആയിട്ടാണോ മറ്റുള്ളവരോട് ഇടപഴകുന്നത് അത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സിമ്പിൾ എഡിക്വേറ്റ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില മര്യാദകൾ, ബേസിക് മാനേഴ്സ്. ഇതിന് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല മാനേഴ്സ് കാണിക്കുന്നവർ നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടും ആൻഡ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടുമൊക്കെ കാണപ്പെടും. എന്ന് വെച്ച് എപ്പോഴും ഭയങ്കര ഫോർമൽ ആവണം എന്നല്ല പറയുന്നത്, ബട്ട് ഷോയിങ് സ്മോൾ ആക്ട്സ് ഓഫ് റെസ്പെക്ട് ഇൻ എവറിഡേ സിറ്റുവേഷൻസ് ലൈക്ക് ഡോർ തുറന്നു പിടിക്കുക, പ്ലീസ് എന്നും താങ്ക് യു എന്നുമൊക്കെ പറയുന്നത്, മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗ്രീറ്റ് ചെയ്യുക, എക്സെട്ര. ഈ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്. സോ ഇനി മുതൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ മാനേഴ്സ് എങ്ങനെയുണ്ട് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ബേസിക് മാനേഴ്സ് കീപ്പ് ചെയ്യുന്നില്ലേ എന്നൊക്കെ നോക്കുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് ഇടപഴകുന്നതിൽ നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. റൂത്തിൻ്റെ ലോകം, ഫ്രാൻസിസ് ഇറ്റിക്കോര, ബാല്യകാല സഖി, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. Now let's go little deeper with self-reflection. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഒക്കെ ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൈം നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ദെൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു മേജർ ഏരിയ നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യണം? ജേർണലിംഗ് ചെയ്യണം. ഇത് സൈക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അത് നിങ്ങളുടെ പാറ്റേൺസ്, ബിഹേവിയേഴ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്സ് ജേർണലിംഗ് ചെയ്യാം. അന്ന് എന്തൊക്കെ സംഭവിച്ചു, നല്ലത് എന്തൊക്കെ, ചെയ്തത് എന്തൊക്കെ ആൻഡ് എങ്ങനെ നാളത്തേക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗ്രോ ചെയ്യാനുള്ള ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ലൊരു കൺട്രോൾ വരികയും ചെയ്യും. നെക്സ്റ്റ് കാര്യം എൻവയോൺമെൻ്റ് ആണ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങളെ ഷേപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സ്, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ഫോം ഹു യു ആർ, സ്റ്റാർട്ട് ബൈ ചേഞ്ചിങ് വാട്ട്സ് അറൗണ്ട് യു. നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിലാണെങ്കിൽ ദെൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പേഴ്സൺ ആവാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആൻഡ് ചലഞ്ച് ചെയ്യുന്ന ആളുകളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. ഇത് ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും ഇമ്പാക്റ്റ് വലുതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരിക എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെപ്പോഴാണ് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ട് സ്വയം പുഷ് ചെയ്തത്?
ഡിസ്കംഫോർട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ അത് നമ്മളെ കൂടുതൽ റെസിലിയൻ്റ് ആക്കും, സെൽഫ് കോൺഫിഡൻസ് കൂട്ടും ആൻഡ് പേഴ്സണൽ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതിനാദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ചെറിയൊരു ഗ്രൂപ്പിൽ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നതാവാം, ഒരു പുതിയ ഹോബി ട്രൈ ചെയ്യുന്നതാവാം. സ്റ്റാർട്ട് സ്മോൾ. ദ മോർ യു പുഷ് യുവർ സെൽഫ് ഇൻ ടു ന്യൂ എക്സ്പീരിയൻസസ് ദ മോർ യുവർ ബ്രെയിൻ റിവൈസ് ഇറ്റ് സെൽഫ് ഫോർ ഗ്രോത്ത്. നിങ്ങൾ കൂടുതൽ അഡാപ്റ്റബിൾ ആവും, കോൺഫിഡൻ്റ് ആവും ആൻഡ് എന്ത് ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടാവും. ഇനി മൈൻഡ് സെറ്റിനെ പറ്റി സംസാരിക്കാം. സ്പെസിഫിക്കലി ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു ഫെയിലിയേഴ്സും പെർമനൻ്റ് അല്ല. ആൻഡ് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആവാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് എന്ത് ഒബ്സ്റ്റാക്കിൾസ് വേണമെങ്കിലും ഓവർകം ചെയ്യാനായിട്ട് പറ്റും. സൈക്കോളജിയിലുള്ള റിസർച്ചസ് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ കൂടുതൽ റെസിലിയൻ്റ് ആവും, മോട്ടിവേറ്റഡ് ആവും ആൻഡ് അൾട്ടിമേറ്റ്ലി മോർ സക്സസ്ഫുൾ ആവും. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ചലഞ്ച് ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ എനിക്കിത് ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കുക. ഇറ്റ് tells your brain to keep pushing, to keep learning and to keep growing. Next, emotional intelligence or EQ. നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ആണത്. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പറ്റിയിട്ട് അവെയർ ആവുകയും ആൻഡ് സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്യാനുമുള്ള കഴിവാണ്. നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്നതിലും കോൺഫ്ലിക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതിലും ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലുമൊക്കെ ബെറ്റർ ആയിരിക്കും. ഒരു സിമ്പിൾ എക്സസൈസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു സ്ട്രോങ് ഇമോഷൻ ഫീൽ ചെയ്യുമ്പോൾ അത് ദേഷ്യമാവാം, ഫ്രസ്ട്രേഷൻ ആവാം ഓർ എക്സൈറ്റ്മെൻറ്റ് ആവാം. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക ആൻഡ് അത് എന്ത് ഫീലിംഗ് ആണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾക്കൊരു കൺട്രോൾ നൽകും. ഈ ഒരു സിമ്പിൾ ഹാബിറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പതുക്കെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സിറ്റുവേഷൻസിനോട് കാമായിട്ട് ആൻഡ് ക്ലാരിറ്റിയോടെ റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. അടുത്തൊരു കാര്യം റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ്. നോ വൺ ഗ്രോസ് ഇൻ ഐസൊലേഷൻ. നമ്മൾ ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബിഹേവിയേഴ്സിനെയും സെൽഫ് കൺസെപ്റ്റിനെയും ഒക്കെ നമ്മുടെ റിലേഷൻഷിപ്സ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുക. ബി വൾണറബിൾ, ബി ഓപ്പൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻവെസ്റ്റ് ടൈം ഇൻ പീപ്പിൾ ഹു ഇൻസ്പയർ ആൻഡ് ചാലഞ്ച് യു. നിങ്ങളെ പോസിറ്റീവായിട്ട് പുഷ് ചെയ്യുന്ന ആളുകളോടൊപ്പം സറൗണ്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ക്വാളിറ്റിയെ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ ക്വാളിറ്റി എന്നത്. ആൻഡ് ഫൈനലി ക്യൂരിയോസിറ്റി. ലൈഫിൽ നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കണം. ക്യൂരിയസ് മൈൻഡ് ഉള്ളവരെ എപ്പോഴും ഗ്രോ ചെയ്യുള്ളൂ, അഡാപ്റ്റീവ് ആവുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനെ കൂടുതൽ ഷാർപ്പാക്കും ആൻഡ് ഒരു ഫ്രഷ് പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. അതിപ്പോൾ പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാവാം, ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റി വായിക്കുന്നതാവാം ഓർ ജസ്റ്റ് എക്സ്പ്ലോറിങ് ന്യൂ ഐഡിയാസ്. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി എന്തെങ്കിലും പുതിയത് പഠിക്കുക. അത് ഭയങ്കര വലിയൊരു കാര്യമാവണം എന്നൊന്നുമില്ല, ബട്ട് ലേൺ ന്യൂ തിങ്സ് ഡെയിലി. കീപ് ദാറ്റ് ക്യൂരിയോസിറ്റി അലൈവ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് റിമെമ്പർ, ചേഞ്ചസ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല, ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ ഈ ചെറിയ സ്റ്റെപ്സ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.